ഗംഗാ ട്രാവൽസിനൊപ്പമായിരുന്നു കേട്ടോ എൻ്റെ ഈ കൊട്ടിയൂർ യാത്ര ആരംഭിച്ചത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 27 നാളുകളിലാണ് കേട്ടോ പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഈ കാണുന്നതാണ് ബാവലിപ്പുഴ. ബാവലിപ്പുഴയിൽ മുങ്ങിയതിന് ശേഷം ഈറനോടെ വേണം നമ്മൾ ഭഗവാനെ ദർശിക്കാൻ. ആ മുങ്ങുമ്പോൾ കിട്ടുന്ന കല്ലുകൾ ഉരയ്ക്കുമ്പോൾ നമുക്ക് 3 തരത്തിലുള്ള കുറികളാണ് കേട്ടോ ലഭിക്കുക. ഒന്ന് ഭസ്മക്കുറി, ചന്ദനക്കുറി, കുങ്കുമക്കുറി. എനിക്ക് ലഭിച്ചത് ഭസ്മക്കുറിയായിരുന്നു. അത് ശിവൻ്റെ പ്രതീകമാണ്. ചന്ദനക്കുറിയാണെങ്കിൽ അത് വിഷ്ണുവിൻ്റെ പ്രതീകമാണ്. അതുപോലെ തന്നെ കുങ്കുമം ദേവി പ്രതീകമാണെന്നാണ് സങ്കല്പം. ഈ 3 കുറികളും എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കതൊരു കൗതുകം നിറഞ്ഞ കാഴ്ച തന്നെയാണ്. പിന്നീട് ഒരു 4 മണിക്കൂർ ദീർഘമുള്ള ഒരു ക്യൂവിലാണ് ഞങ്ങൾ നിന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ തിരുവഞ്ചിറയിലെത്തിയത് കേട്ടോ. തിരുവഞ്ചിറയിലെത്തുന്നതിന് മുൻപുള്ള കുറേ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കേട്ടോ കൊട്ടിയൂർ. ഈ വൈശാഖ നാളിൽ ദക്ഷൻ യാഗം നടത്തിയത്. പിതാവ് നടത്തുന്ന യാഗത്തിന് തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു കേട്ടോ. കോപാകുലനായ ശിവൻ ജട പറിച്ച് നിലത്തടിച്ചു. അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും അവതരിക്കുകയും ചെയ്തു കേട്ടോ. ഭദ്രകാളിയും ഭൂതഗണങ്ങളോടൊപ്പം വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ തലയറുത്തു കേട്ടോ. യാഗം അപൂർണമായി തീർന്നതുകൊണ്ട് ലോകത്തിന് നല്ലതല്ലെന്ന് മഹർഷിമാരുടെ അഭ്യർത്ഥനയാൽ മഹാദേവൻ ഒരു ആടിൻ്റെ തല വെച്ച് ദക്ഷനെ പുനർജനിപ്പിച്ചു എന്നാണ് സങ്കല്പം. അങ്ങനെ ആ യാഗം പൂർത്തിയാക്കുകയും ചെയ്തു കേട്ടോ. ദുഃഖിതനായ ശിവൻ സതിയുടെ ശരീരവുമായി അലയാൻ തുടങ്ങുകയും മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്താൽ സതിയുടെ ശരീരം 51 കഷ്ണങ്ങളാക്കി ചിതറിപ്പിക്കുകയും ചെയ്തു. അവ ചെന്ന് പതിച്ച സ്ഥലങ്ങൾ എല്ലാം ഭഗവതിയുടെ 51 ശക്തിപീഠ ക്ഷേത്രങ്ങളായി മാറി. തുടർന്ന് വൈരാഗിയായ ശിവൻ കൊടും തപസ് അനുഷ്ഠിക്കാനായി കൈലാസത്തിലേക്ക് പോയി. പിന്നീട് കൊടും വനമായി തീർന്ന യാഗശാല കുറിച്യരുടെ വാസസ്ഥലമായി. ഒരു കുറിച്യ യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു. ഇതറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടിയത്രേ. വൈശാഖ മഹോത്സവത്തിന് അങ്ങനെയാണ് തുടക്കം കുറിച്ചത്. കൊട്ടിയൂർ ക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തിരുവഞ്ചിറയിലാണ്. ഇവിടെയാണ് ശിവനുള്ളത്. അതുപോലെ തന്നെ ഇവിടെയുള്ള അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ പാർവതി കുടികൊള്ളുന്നത്. ഇനിയുള്ള കാഴ്ചകളെല്ലാം കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്തു നിന്നാണ്. അപ്പോൾ എല്ലാതും നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക.
ഇവിടെ ബുഷായിട്ട് നിൽക്കുന്നത്.